ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡെസേർട്ടുകളിലെ റോയൽ ഐറ്റമായ റോയൽ ഫലൂദ. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കൂൾ ബാറിൽ കയറി കഴിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് റോയൽ ഫലൂദ. കുറെ ഐറ്റംസ് വേണം, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട് സലാഡൊക്കെയാണ് വീട്ടിൽ സാധാരണ ഉണ്ടാക്കി കഴിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ അപ്പിയറൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റോയൽ ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് റോസ് സിറപ്പാണിത്. അതുപോലെ ഇത് റോസ് സിറപ്പ് മിൽക്കിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ അല്പം സ്പ്രിങ്കിൾസ്, നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രിങ്കിൾസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സേമിയ, ഇതിങ്ങനെ പല കളറിലുള്ള സേമിയ മേടിക്കാൻ കിട്ടിയതാണ് കേട്ടോ. അത് വേവിച്ച് വെച്ചിരിക്കുന്നു. ഇവിടെ കസ്കസ്, അതുപോലെ തന്നെ പല ഫ്രൂട്ട്സ്, മെയിനായിട്ട് ആപ്പിൾ, നമ്മുടെ ബനാന, പൈനാപ്പിൾ, അതുപോലെ പീച്ച്, ഇതൊക്കെ ഷുഗർ സിറപ്പിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്പം കോൺഫ്ലേക്സ്, ഇത് ടൂട്ടി ഫ്രൂട്ടി നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് അല്പം കാഷ്യൂനട്ട്, അഗെയിൻ നമ്മുടെ ചെറി, റോയൽ ഫലൂദയുടെ മുകളിൽ നിങ്ങൾ എപ്പോഴും ഗാർണിഷ് ചെയ്ത് കാണുന്ന ഒരു ഐറ്റമാണല്ലോ. അതുപോലെ കടയിൽ നിന്ന് മേടിച്ച 2 ടൈപ്പ് ജെല്ലി. ഇവിടെ 2 ഐസ്ക്രീം, ഒന്ന് വാനില, മറ്റേത് വാനില കാരമൽ. രണ്ടും വാനില തന്നെയാണ്, പക്ഷെ 2 ഫ്ലേവർ ആയിരിക്കും. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ റോയൽ ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതലും കുറച്ചൊക്കെ എടുത്ത് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്, അതായത് റോയൽ ഫലൂദ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകണം. ആദ്യം ഇതിൻ്റെ ഗ്ലാസിൻ്റെ ചുറ്റിനും നമുക്ക് ഈ റോസ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അപ്പിയറൻസ്, അതായത് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അല്പം ജെല്ലി, ഒരുപാടൊന്നും ഇടണ്ട, കുറേശ്ശെ എല്ലാം ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാരമൽ ഐസ്ക്രീം, അത് ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കാം. അതാണ് കാരമൽ ഐസ്ക്രീം, ഒരു സ്കൂപ്പ്. ഇനി അല്പം കസ്കസ്. ഇനി നമുക്ക് ഇവിടെ കളർ കോമ്പ്, നല്ല വെറൈറ്റി പല പല നിറത്തിലുള്ള വെർമിസെല്ലി, അത് അല്പം ഇട്ട് കൊടുക്കാം. മിൽക്കിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്ന റോസ് സിറപ്പ് മിൽക്കിനകത്ത് വെച്ചിരിക്കുന്നത്, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ റോയൽ ഫലൂദയിലെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതും അല്പം ഇട്ട് കൊടുക്കാം. പല വർണ്ണങ്ങളിലുള്ള ടൂട്ടി ഫ്രൂട്ടി. ഇനി കുറച്ച് കാഷ്യൂനട്ട്, പച്ച നിറത്തിലുള്ള ജെല്ലിയാണ് ഇപ്പോൾ ഇടുന്നത്. അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുക. വീണ്ടും നമ്മുടെ കസ്കസ് ഇട്ട് കൊടുക്കുക, കുറച്ചിട്ടാൽ മതി. അഗൈൻ വെർമിസെല്ലി ഇച്ചിരി, കുറച്ച് അല്പം ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലേക്സ്. ഞാൻ നേരത്തെ ഒഴിക്കാൻ മറന്നുപോയി. ഈ കുറച്ച് റോസ് സിറപ്പും കൂടെ ഒഴിച്ചാൽ ആ ഗ്യാപ്പൊക്കെ ഫില്ലായിരിക്കും. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം. ഇനി ഇതിന് ചുറ്റിനും അല്പം കാഷ്യൂനട്ടൊക്കെ എൻ്റെ മുകളിൽ, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർക്കാം, നല്ലൊരു ഭംഗി കിട്ടാൻ. ഇനി അല്പം റോസ് സിറപ്പ് മേലെ ഇങ്ങനെ കൊടുക്കാം. അവസാനമായിട്ട് നമ്മുടെ സ്പ്രിങ്കിൾസ്, കുറച്ച് സ്പ്രിങ്കിൾസ് ഇങ്ങനെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ അവസാനം ചെറി ഓൺ ദ ടോപ്പ്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ വീണിട്ടുണ്ട്, ഒന്നും കുഴപ്പമില്ല, അപ്പോൾ അത് കഴിക്കുന്നില്ലോ. ഏതായാലും ഫലൂദ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ റോയൽ ഫലൂദ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഐറ്റംസ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പാത്രമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഇതേ ഇവിടെ ഡേവിഡ്, ഇവിടെ ജെന്നിഫർ രണ്ടുപേരും എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. രണ്ടുപേർക്കും ഒന്ന് കൊടുത്തു നോക്കാം. ഇതേ ഇങ്ങോട്ട് നോക്കിയേ ജെന്നിഫർ. മധുര ആയതുകൊണ്ട് രണ്ടുപേർക്കും ഇഷ്ടമായിരിക്കും. ആണോ? ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മള് നാട്ടിൽ കൂൾബാർ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പല സാധനങ്ങളും നിങ്ങൾക്ക് കടയിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കാം. ജെല്ലി അത് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സേമിയ, കസ്കസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ബാക്കിയെല്ലാം മേടിച്ച് സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.